അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി അൽഫമറ. കാട്ടുവളപ്പിൽ അബ്ദുൽ നൗഷാദ് മൗലവി സത്യം ഹക്ക് തുറന്നു പറഞ്ഞിരിക്കുന്നു. നമ്മളെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ അൽഹംദുലില്ലാഹ് കുറച്ചെങ്കിലും സത്യം തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ ഗണ്ണിക്കുക, പേരോട് ഉസ്താദിനോടുള്ള അങ്ങേ അറ്റത്ത് ഈർഷ്യത, ദേഷ്യം, അസൂയ, അത് മാത്രം മനസ്സിൽ വെച്ച് ഒരു 3 കോളാമ്പികൾ സകലമാന തെരുവുകളിലും വിസർജനം നടത്തുമ്പോൾ പേരോട് ഉസ്താദ് പറഞ്ഞു, അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിക്കുന്നവൻ, മഹാന്മാർ എല്ലാം സബബുകളാണ്, കാരണക്കാരാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ കാട്ടുവളപ്പിൽ അബ്ദുൽ നൗഷാദ് മൗലവി പറഞ്ഞു, അല്ല, ബദരീങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, ബദരീങ്ങൾ തന്നെയാണ് രോഗം മാറ്റുന്നത്, ബദരീങ്ങൾ തന്നെയാണ് സഹായിക്കുന്നത്. അങ്ങനെ പറഞ്ഞ സമയത്ത് വിനീതനായ ഞാൻ ചോദിച്ചിരുന്നു, എങ്കിൽ നൗഷാദ് മൗലവി ബദരീങ്ങൾ തന്നെയാണ് സഹായിക്കുന്നത്, ബദരീങ്ങൾ മഹത്തുക്കൾ തന്നെയാണ് രോഗം മാറ്റുന്നത് എങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് പിന്നെന്താ അവിടെ പണി? അള്ളാഹു അല്ലേ ഖാലിഖ്, ഇവർ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഇടപെടൽ, അള്ളാഹുവിന്റെ പ്രവർത്തനം അവിടെ എന്താണ് എന്ന് ചോദിച്ചിരുന്നു. ആ സമയത്ത് എന്നെ അള്ളാഹ്ക്ക് പിന്നെ എന്താ പണി എന്ന് ചോദിച്ചുകൊണ്ട് ഒരുത്തത വന്നിരിക്കുന്നു, അത് കാഫിറാണ്, കുഫറാണ്, മുർത്തദ്ദായി പോയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭയങ്കര ദമ്മിൽ വന്നു. തിരിച്ച് നമ്മൾ വീണ്ടും മറുപടി പറഞ്ഞു, ഇമാമിങ്ങൾ കിതാബിന്റെ ഉദ്ധരണിയൊക്കെ എടുത്ത് മറുപടി പറഞ്ഞു. ഇപ്പതാ നൗഷാദ് മൗലവി സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. ഹൽക്കിനൊരു മയനുണ്ട് അള്ളാന്റെ ഹക്കിൽ, അതേതാ? അദമിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരിക, അതാണ് അള്ളാഹുവിന്റെ ഹക്കിൽ ഹൽക്ക്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക, അത് അള്ളാഹ്ക്കേ കഴിയൂ. അതേ സമയത്ത് ഈസാ നബി ഹൽക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ തസ്വീർ ചെയ്തു, രൂപകൽപ്പന ചെയ്തു. അപ്പൊ ആ അർത്ഥത്തിലാണ് ആള് മാറുന്നതിനനുസരിച്ച് മാറാന്നല്ലേ ഇതിൽ പറഞ്ഞേ. അപ്പോ മശായിഖന്മാരെ കുറിച്ച് വല്ലവനും അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെയുള്ള ഈ ഹൽക്കെല്ലാം ഹൽക്കായി വരാൻ സബബായി വന്നവരാണ് കാലഘട്ടത്തിലെ അസ്ഹാബുൽ വക്തുകളായ മഹരഥന്മാർ തന്നെ അല്ലേ മൗലവി ഇത്ര കാലം വരെ പേരോട് ഉസ്താദ് പറഞ്ഞ്? മഹാന്മാർ അവർ രൂപകൽപ്പന ചെയ്യാണ്, അല്ലെങ്കിൽ അവർ സബബാവുകയാണ്. ഈ പറഞ്ഞ തന്നെ മഹാന്മാർ, ഔലിയാക്കൾ, അവർ സബബുകളാണ്. സബബ് എന്നുള്ളതിന് മലയാളത്തിലുള്ള അർത്ഥ ചങ്ങായി കാരണക്കാരാവുക, നിമിത്തമാവുക, അവർ മുഖേനയാവുക എന്നൊക്കെ പറയുന്നത് ചങ്ങായി സബബ് എന്നുള്ളതിന്റെ മലയാളത്തിലുള്ള അർത്ഥ. അതല്ലേ പേരോട് ഉസ്താദ് കാലം പറഞ്ഞു? അതല്ലേ എന്നോട് ചോദിച്ചേ, മഹത്തുക്കൾക്ക് ഇവിടെ എന്താ പണി, അള്ളാഹ്ക്ക് എന്താ പണി എന്ന് ചോദിച്ചപ്പോ ജിന്ന കാഫിറാക്കിയില്ലേ? എന്നാ ഇപ്പൊ പറയാണ് മഹാന്മാർ അവിടെ എന്ത് ചെയ്യാണ്? തസ്വീർ രൂപപ്പെടുത്തുക. അതെ, അതന്നെ ഇപ്പൊ നമ്മൾ പറയണത്. ഒരാൾ രോഗം മാറ്റുമ്പോ അവിടെ എങ്ങനെയാണ്? ചിലപ്പോൾ അവരെ കൈകൊണ്ട്, ഷറഫാക്കപ്പെട്ട കൈകളെ കൊണ്ട് തടവി കൊടുക്കുന്നു, അല്ലെങ്കിൽ മന്ത്രിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ തിരുനോട്ടം ലഭിക്കുന്നു. ഇങ്ങനെ പല രൂപങ്ങളിലാവാം. അവരിടപെടലുണ്ടാകുന്നു, ആ രൂപപ്പെടുത്തൽ അവിടെ ഉണ്ടാകുന്നു. രോഗം സുഖപ്പെടുത്തുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഇതിപ്പോ തുറന്നു പറഞ്ഞില്ലേ, മഹത്തുക്കൾ കാരണക്കാരാണ്, സബബാണ്. ഇതന്നല്ലേ ഇപ്പൊ എന്നോട് ഇത്ര കാലം വരെ ചോദിച്ചില്ലേ? പേരോട് ഉസ്താദ് ഇത്ര കാലം വരെ പറഞ്ഞത് തന്നെ അല്ലേ? അൽഹംദുലില്ലാഹ് ഇപ്പം തന്നെ ഈ സത്യം തുറന്നു പറയാൻ തയ്യാറായല്ലോ. അൽഹംദുലില്ലാഹ് അൽഫമറ.